നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയനും കൂട്ടരും ഇന്ന് ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് കാരണമെന്നറിയണ്ടേ? കേന്ദ്ര അവഗണനയാണെന്ന് കുറെ കാലമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ സമരപരിപാടികൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഇന്ന് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. കർണാടകയുടെ സമരപ്പന്തലിലേക്ക് കേരളം എത്തുകയും ചെയ്യും. DMK പിന്തുണയ്ക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് മന്ത്രിമാരും ഭരണപക്ഷ MLA-മാരും ഇന്ന് ജന്തർ മന്ദറിൽ പ്രതിഷേധ ധർണ നടത്തുക. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രാവിലെ 10:30 കേരള ഹൗസിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് ജന്തർ മന്ദറിലെത്തും. ഉച്ചയ്ക്ക് 1 മണിയോടെ പ്രതിഷേധം അവസാനിപ്പിക്കും. ഇന്നലെ കർണാടകയിലെ നേതാക്കൾ പ്രതിഷേധിച്ച അതേ പന്തലിലാണ് കേരളത്തിന്റെയും പ്രതിഷേധ പരിപാടി നടക്കുക. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരും LDF MLA-മാരും MP-മാരും പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കും. സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള മുതിർന്ന CPM നേതാക്കളും DMK AAP പ്രതിനിധികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കും. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയിലും വായ്പാ അനുവാദത്തിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷമുണ്ടായ കുറവ് 57,400 കോടി രൂപയാണ് എന്നാണ് CPM-ന്റെ അവകാശവാദം. റവന്യൂ കമ്മി ഗ്രാന്റിൽ 8,400 കോടി കുറഞ്ഞു. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയത് മൂലമുള്ള കുറവ് 12,000 കോടിയാണ്. നികുതി വിഹിതം 3.58% നിന്നും 1.92% കുറച്ചതിലൂടെ ഉണ്ടാകാവുന്ന നഷ്ടം 18,000 കോടിയും. പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പ്, കിഫ്ബി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി എന്നിവ സമാഹരിച്ച പണം തുടങ്ങിയവയുടെ പേരിൽ വായ്പാ അനുമതിയിൽ 19,000 കോടിയിൽ പരം രൂപ വെട്ടിക്കുറച്ചു എന്നാണ് CPM-ന്റെ അവകാശവാദം. 2022-23 GSDP-യുടെ 2.5% കടമെടുക്കാൻ അനുവദിച്ചത്. ഈ വർഷം അതിലും കുറയും. അർഹതപ്പെട്ട വായ്പ എടുക്കാൻ അനുവദിക്കണമെന്നതാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം. ഒപ്പം 1% അധികം കടം അനുവദിക്കണമെന്നതും പരിഗണിക്കപ്പെടുന്നില്ല എന്ന് ഇവർ പറയുന്നു. കേരളത്തെ തകർക്കാനായുള്ള മനഃപൂർവ്വമായ ഇടപെടലായി ഇതിനെ കാണാനാകൂ എന്നാണ് CPM പറയുന്നത്. രാഷ്ട്രീയമായ വിരോധം കാണിക്കുന്നത് വഴി കേരളീയരുടെ ആകെ സാമ്പത്തിക അവകാശങ്ങളാണ് ഹനിക്കപ്പെടുന്നതെന്നും പറയുന്നു. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേ മതിയാകൂ എന്നാണ് CPM പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം LDF സർക്കാരിനോടല്ല, മറിച്ച് കേരളത്തോടാകെയാണ്. ഇവിടെയാണ് നാടിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കേരളീയരുടെ ആകെ ഐക്യം കാലം രൂപപ്പെടുന്നത് എന്നൊക്കെയാണ് പിണറായി വിജയനും കൂട്ടരുമൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ കിട്ടുന്ന തുകയെല്ലാം എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി കിട്ടുന്ന തുകയെല്ലാം വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ CPM നയിക്കുന്ന സർക്കാർ കെടുകാര്യസ്ഥതയും അഴിമതിയും തന്നെ മുമ്പോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ, അതിന് കൃത്യമായ സത്യവാങ്മൂലം, കേരളത്തിന് എന്തുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, കേരളത്തിന് എന്തുകൊണ്ട് പണം നൽകുന്നില്ല എന്നതിന്റെ കൃത്യമായ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ചും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്? ആ കൂട്ടത്തിൽ കർണാടകത്തെയും അതുപോലെ തന്നെ തമിഴ്നാടിനെയും ഒക്കെ കൂട്ടുപിടിക്കുന്നു. ഇവരുടെ ഉദ്ദേശം എന്താണെന്നറിയാൻ പാഴൂർ പടിപ്പരെ പോയി പ്രശ്നം വെക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന പോലെ തങ്ങൾക്ക് പണം ചെലവഴിക്കാതെ കിട്ടുന്ന പണമെല്ലാം സ്വന്തം ആവശ്യങ്ങൾക്കും മറ്റ് മന്ത്രിമാരുടെയും MLA-മാരുടെയും ഒക്കെ കീശ വീർപ്പിക്കാനും അതുപോലെ തന്നെ കുട്ടി സഖാക്കന്മാർക്ക് അഴിമതി കാണിക്കാനുമുള്ള വേദികളാക്കി ഇത്തരം പണസമാഹരണത്തെ എല്ലാം അത്തരം വേദികളാക്കി രൂപാന്തരപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന അവസ്ഥയാണിത്. നേരത്തെ തന്നെ റിസർവ് ബാങ്ക് ചൂണ്ടിക്കാണിച്ചതാണ് വളരെ കൃത്യമായി തന്നെ കേരളം ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് പോകുമെന്ന്. അന്നൊന്നും കാര്യമാക്കാതെ ഇപ്പോൾ എവിടെ നിന്നും എപ്പോഴും കടം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ പുറകെ നടക്കുകയും കേന്ദ്രം പണം തരാത്തത് കൊണ്ടാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നതെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗം മാത്രമായി ഇതിനെ കാണാനാകൂ എന്നാണ് ജനങ്ങൾക്ക് എവർക്കും മനസ്സിലാകുന്ന കാര്യം.